ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്, നമ്മുടെ സോണിയാഗാന്ധിയുടെ റോബോട്ട്, അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് പ്രധാനമന്ത്രിയായിരിക്കെ ആത്മഹത്യ ചെയ്യുമെന്ന് ആരോടെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പറഞ്ഞത് വെറും ഒരാളോടല്ല എന്നുകൂടി പറയുമ്പോൾ നിങ്ങളുടെ അവിശ്വാസം അമ്പരപ്പ് ഇരട്ടിയാവും. പറഞ്ഞത് അന്നത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന വൈ ഖുറേഷിയോടാണ്. ഇതിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഖുറേഷി തന്നെയാണ്. ഖുറേഷിയുടെ ഒരു പുസ്തകം വരുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഇന്ത്യ ആൻഡ് ഐ 100 മെമ്മറീസ് നോട്ട് എ മെമ്മോയർ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ ഖുറേഷി എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ ആ സെൻറ്റൻസ് അതുപടി വായിക്കാം. ഹരീഷ് ടോൾഡ് മീ വാട്ട് യു സെഡ്. ഇഫ് ദാറ്റ് ഈസ് വാട്ട് യു തിങ്ക് ഐ വിൽ കമ്മിറ്റ് സൂയിസൈഡ്. നിങ്ങൾ പറഞ്ഞത് ഹരീഷ് എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്യും. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് പറഞ്ഞതാണ്. രേഖയാണ്. പുസ്തകം ദാ ഇറങ്ങുന്നു. ആ പുസ്തകത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് ദേശീയ ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ശക്തനായ മനുഷ്യരാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി വിചാരിച്ചാൽ, ആ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആവട്ടെ, നരേന്ദ്രമോദി ആവട്ടെ, ആരുമാവട്ടെ, വിചാരിച്ചാൽ ഈ രാജ്യത്ത് എന്തും നടക്കും. എന്തും, ലിറ്ററലി എന്തും നടക്കും. അത്തരം പദവിയിലിരിക്കുന്ന ഒരാൾ പറയാണ് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞാൽ സംഭവം എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇതിൻ്റെ കാരണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്. 2012 ഉത്തർപ്രദേശ് ഇലക്ഷൻ. ഉത്തർപ്രദേശ് ഇലക്ഷനിൽ അന്നത്തെ കേന്ദ്ര നിയമമന്ത്രി സൽമാൻ ഖുർഷിദ് ഒരു പ്രസ്താവന നടത്തി. ഞങ്ങൾ ജയിച്ച് അധികാരത്തിൽ വന്നാൽ സർക്കാർ ജോലികളിൽ മുസ്ലിമുകൾക്ക് 9% സംവരണം കൊണ്ടുവരുമെന്ന് കേന്ദ്ര നിയമമന്ത്രി സൽമാൻ ഖുർഷിദ് പരസ്യമായി UP തെരഞ്ഞെടുപ്പിനിടയ്ക്ക് പ്രസംഗിച്ചു. BJP എതിർത്തു. BJP തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത്, ഇത്തരം വാഗ്ദാനങ്ങൾ നൽകുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിനെതിരാണ് എന്ന് കാണിച്ച് ഇലക്ഷൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തു. ഇലക്ഷൻ കമ്മീഷണർ എന്ത് ചെയ്തു? ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി കോൺഗ്രസിൻ്റെ ഈ നടപടി ശരിയല്ല എന്ന് പറയുകയും സൽമാൻ ഖുർഷിദിനെ സെൻഷർ ചെയ്യുകയും ചെയ്തു. സെൻഷർ ചെയ്യുന്നതിനെ താക്കീത് ചെയ്തു. താക്കീത് അത്രയല്ലേ പറ്റൂ. ഇലക്ഷൻ കമ്മീഷന് പിന്നെ ഓടിച്ചിട്ട് തല്ലാൻ പറ്റുമോ? നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ശരി, വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയപ്പോൾ കോൺഗ്രസ്സിലെ പല ആളുകളും പറഞ്ഞു, അതെന്ത് പരിപാടിയാണ്? മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുത്താൽ എന്താ പ്രശ്നം? മൻമോഹൻ സിംഗിൻ്റെ ഉള്ളിലിരിപ്പ് അതാണ്. കാരണം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ ദേശീയ വികസന കൗൺസിൽ യോഗത്തിൽ പ്രസംഗിച്ചു. ഇപ്പോഴും യൂട്യൂബിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ മീറ്റിംഗ് പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് എന്ന് അടിച്ച് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾ ഗൂഗിളിൽ യൂട്യൂബിൽ കിട്ടും. ഈ രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശി മുസ്ലിമുകളാണ് എന്നു പറയുന്ന പ്രസംഗമുണ്ട്. വെറും ഒരു രാഷ്ട്രീയ യോഗത്തിലല്ല, ദേശീയ വികസന കൗൺസിൽ, പ്ലാനിംഗ് കമ്മീഷൻ പോലെ രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ബോഡിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ് നമ്മുടെ രാജ്യത്തെ വിഭവങ്ങൾ അതെന്തുമാവട്ടെ, ആ വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശി മുസ്ലിമുകളാണ്. നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ്, ഭരണഘടന ഇക്വാലിറ്റി, തുല്യത പറയുന്ന രാജ്യമാണ്, അതൊക്കെ നിലനിർത്തണം എന്നൊക്കെ പ്രസംഗിക്കുന്ന കോൺഗ്രസ്സുകാരും രാഹുൽ ഗാന്ധിയും കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ UPA സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞ മോദി വരുന്ന 2014 തൊട്ട് മുമ്പ് മൻമോഹൻ സിംഗ് പ്രസംഗിച്ചതാണ്. അതാണ് പിന്നീട് രാഹുൽ ഗാന്ധിയെ പരാമർശിച്ച് നരേന്ദ്രമോദി പറഞ്ഞത്, ഇവർ വന്നാൽ നിങ്ങളുടെ കെട്ടുതാലി വരെ പിടിച്ചെടുത്ത് ചിലർക്ക് കൊടുക്കും എന്ന് മോദി പറഞ്ഞത് മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗം ഉദ്ധരിച്ചാണ്. ആ മൻമോഹൻ സിംഗിൻ്റെ മനസ്സിലിരിപ്പാണ് സൽമാൻ ഖുർഷിദ് പറഞ്ഞത്. അതായത് മുസ്ലിമുകൾക്ക് 9% ജോലി സംവരണം, സർക്കാർ ജോലികളിൽ സംവരണം കൊടുക്കും. ഭരണഘടനയിൽ മുസ്ലിം സംവരണം എന്ന് പറയുന്ന സംഭവം ഇല്ല. സംവരണം കൊടുക്കുന്നത് ഹിന്ദു സമുദായത്തിലെ ജാതീയമായി പിന്നാക്കം നിന്ന അവശ്യ വിഭാഗങ്ങൾക്ക് ആണ് സംവരണം വിഭാവനം ചെയ്തിട്ടുള്ളത്. പിന്നീട് മണ്ഡൽ കമ്മീഷൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരം അവശ്യ വിഭാഗങ്ങൾ മുസ്ലിമുകളിലും ഉണ്ടെന്ന് കണ്ടെത്തി മുസ്ലിങ്ങളിലെ ചില വിഭാഗങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ചില വിഭാഗങ്ങൾക്ക്. അതുതന്നെ ഭരണഘടനാ വിരുദ്ധമാണ്.
അത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും മാപ്പിളമാരാണ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളോടും ഇവിടെ വലിയ ആഢ്യ മുസ്ലിങ്ങളായി നടക്കുന്ന ആളുകളോട് നിങ്ങൾ മാപ്പിളയാണെന്ന് ചോദിച്ചാൽ പൊട എന്ന് പറഞ്ഞ് തന്തയ്ക്ക് വിളിക്കും. പക്ഷേ സംവരണം കിട്ടുമ്പോൾ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിലും സംവരണാവകാശമുണ്ട്. എങ്ങനെയുണ്ട്? അങ്ങനെയാണ്. അത് വലിയൊരു ചതിയാണ്. ഈ രാജ്യത്ത് മുസ്ലിം അപ്പീസ്മെൻറ്റിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ചതിയുടെ ഭാഗമായിട്ടാണ് സംവരണം കിട്ടുന്നത്. അങ്ങനെയാണ് 9% സംവരണം കൊടുക്കുമെന്ന് മൻമോഹൻ സിംഗിൻ്റെ മനസ്സിലിരിപ്പ് സൽമാൻ ഖുർഷിദ് പ്രസംഗിച്ചത്. ഇതിനെതിരെ നടപടിയെടുക്കാതെ നിവൃത്തിയില്ലാതെ വന്നു കോൺഗ്രസ് നിയമിച്ച SY ഖുറേഷിക്ക്. കാരണം അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമല്ല, മോദിക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്നു എന്നൊക്കെ ഇവർ പറയുന്നില്ലേ. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? മോദി വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചിരുന്ന ആരായിരുന്നു? കേന്ദ്ര സർക്കാർ അങ്ങ് നിയമിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ നിയമിക്കുകയായിരുന്നു, പ്രധാനമന്ത്രി നിയമിക്കുകയായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുതിർന്ന മറ്റൊരു മന്ത്രി, ആഭ്യന്തരമന്ത്രി, ഇവരുൾപ്പെടുന്ന ഒരു ബോഡിയാണ് തീരുമാനിക്കുന്നത്. ഫലത്തിൽ സർക്കാരിന് ഭൂരിപക്ഷമുള്ള ആളെ നിയമിക്കാനൊക്കെ പറ്റും, ശരിയാണ്, വിമർശനം ശരിയാണ്. പക്ഷെ നിങ്ങളുടെ കാലത്ത് UPA ഭരിക്കുന്ന 2014 മുമ്പ് വരെ അതുപോലും ഇല്ലായിരുന്നല്ലോ. ഒരു കൂടിയാലോചനയില്ല. ആരാണ് നിയമിക്കാൻ പോകുന്നത്, ആരെയാണ് നിയമിക്കാൻ പോകുന്നതെന്ന് അറിയത്ത് പോലും ഇല്ലായിരുന്നു. വാർത്ത വരുന്നത് വരെ, നിയമിച്ച് ഉത്തരവിറങ്ങുന്നത് വരെ ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവുന്നത് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. പ്രധാനമന്ത്രിക്ക് മാത്രം അറിയാവുന്ന ഒരു തീരുമാനമായിരുന്നു. പ്രധാനമന്ത്രിയുടെ അടുക്കള ജോലിക്കാരായിരുന്ന എത്രയോ ആളുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിട്ടുണ്ട്, എത്രയോ പേർ. TN ശേഷനെ കുറിച്ച് പറയുമല്ലോ. TN ശേഷൻ എന്താ ചെയ്തത്? TN ശേഷൻ വലിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ സൂപ്പർ താരം എന്നൊക്കെ പറയും. പക്ഷേ TN ശേഷൻ്റെ കാലത്തല്ലേ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത്? നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഒരു പാർലമെൻറ്റ് സീറ്റിൽ സ്ഥാനാർത്ഥി മരിച്ചാൽ ആ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പാണ് മാറ്റിവെക്കുക. പക്ഷേ രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങ് തീരുമാനിച്ചു ഇന്ത്യയിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഗുണം ആർക്കുണ്ടായി? കോൺഗ്രസിനുണ്ടായി. അതൊരു ഇനിയിപ്പം തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാവരും തുല്യരാണ് അല്ലേ? തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നോമിനേഷൻ കൊടുത്ത നരേന്ദ്രമോദിയും ഒരു സ്ഥാനാർത്ഥി, എറണാകുളത്ത് നോമിനേഷൻ കൊടുത്തിരിക്കുന്ന ഹൈബി ഈഡനും ഒരു സ്ഥാനാർത്ഥി. അതിനപ്പുറത്ത് വേറൊരു അവകാശവും. രണ്ടുപേർക്കും സ്ഥാനാർത്ഥി എന്നതിൽ തത്തുല്യമായ അധികാരവും അവകാശമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നോമിനേഷൻ കൊടുത്ത ഒരു സ്ഥാനാർത്ഥി എവിടെയെങ്കിലും മരിച്ചാൽ ഇന്ത്യയിലെ മുഴുവൻ തെരഞ്ഞെടുപ്പും മാറ്റിവെക്കും. അല്ലാതെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന ആളാണ്, ഇല്ല, പ്രധാനമന്ത്രി ആയിരുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്ഥാനാർത്ഥി മാത്രമാണ്. അപ്പോൾ എന്തിനാണ് ശേഷൻ അത് മാറ്റിവെച്ചത്? കോൺഗ്രസിനെ ജയിപ്പിക്കാൻ സഹതാപ തരംഗം കിട്ടി വൻ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. അതുകൂടെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഈ സെൻഷർ ചെയ്തു, താക്കീത് ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതിൻ്റെ പേരിൽ മൻമോഹൻ സിംഗ് വല്ലാതെ അസ്വസ്ഥനായി. അതിനെ തുടർന്ന് മൻമോഹൻ സിംഗിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഹരീഷിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എന്നെ ഈ കോൺഗ്രസ് പാർട്ടിയിലെ ആളുകളെല്ലാം കൂടെ എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നു, അത് ശരിയായ നടപടിയല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അങ്ങനെ ഹരീഷ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് സെക്രട്ടറി മൻമോഹൻ സിംഗിനോട് പറഞ്ഞ കാര്യങ്ങളെ തുടർന്നാണ് മൻമോഹൻ സിംഗ് ഖുറേഷിയോട് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെയാണ് കരുതുന്നതെങ്കിൽ ഞാനങ്ങ് ആത്മഹത്യ ചെയ്യുന്നു. എങ്ങനെ? മുസ്ലിമുകൾക്ക് സംവരണം കൊടുക്കുന്ന കാര്യത്തിൽ 9% സംവരണം കൊടുക്കണമെന്നുള്ള മൻമോഹൻ സിംഗിൻ്റെ അഭിപ്രായം സൽമാൻ ഖുർഷിദ് പറഞ്ഞത് നടപടി എടുത്തതിനെ ചോദ്യം ചെയ്ത ഖുറേഷിയുടെ നടപടിയെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞാനങ്ങ് ആത്മഹത്യ ചെയ്യുന്നു. നോക്കൂ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ സൽമാൻ ഖുർഷിദിനോട് മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാനുള്ള തൻ്റെ തീരുമാനം അട്ടിമറിക്കപ്പെട്ട സാഹചര്യത്തിൽ ഞാനങ്ങ് ആത്മഹത്യ ചെയ്യും എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സിഖുകാരൻ തന്നെയാണോ? എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽ എത്രമാത്രം സമ്മർദ്ദമുണ്ടായിരിക്കും. പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാൾ ഇലക്ഷൻ കമ്മീഷണറോട് താൻ ആത്മഹത്യ വരെ ചെയ്യും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരുന്നത് വല്ലാത്ത ദുഷ്കരമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞാനത് ആ തുടക്കത്തിൽ പറഞ്ഞ സോണിയാഗാന്ധിയുടെ റോബോട്ട് പോലെ നടക്കുന്ന റോബോട്ടായിരുന്ന മൻമോഹൻ സിംഗ് ഇതെന്താ തെളിയിക്കുന്നത്? സോണിയാഗാന്ധിയുടെ ഇച്ഛയ്ക്ക് അപ്പുറത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു മനുഷ്യനായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് തെളിയിക്കുന്ന കാര്യമല്ലേ ഇത്?
ഏതായാലും ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൻ്റെ ഒന്നാം പുറത്ത് വളരെ വിശദമായി വാർത്ത കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ആ വാർത്ത കൂടി വായിക്കാം, അവിശ്വസനീയമായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ. ഏതായാലും ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കും. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.